സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ്റെ കാര്യം ആലോചിച്ചിട്ട് വിഷമിക്കുന്നത് എൻ്റെ ആര്യൻ ഇപ്പോൾ എവിടെയാണാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കണ്ട, ഞാൻ തിരക്കൊഴിഞ്ഞിട്ട് പറയാനിരുന്നതാണ്, ആര്യൻ നമ്മുടെ രാമേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോമതി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. സത്യമാണോ നീ പറയണതെന്ന് വെച്ചപ്പോൾ അതെ, ആര്യൻ അവിടെ ഉണ്ട്, ചേച്ചി പേടിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഗോമതിക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, വാ മാമ നമുക്ക് ടെറസിൽ കെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ റൂമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് കുറേ റൂമുകളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ടെറസിലോ എന്താ ആകാശം ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം മീനാക്ഷി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിനോട് അപ്പോൾ നമ്മുടെ ഗോമതി അനുമോളോട് പറയുന്നുണ്ട്, മോളെ നീ ചേച്ചിന്ന് പറയില്ല, നീ ഇവളെ നിന്റെ റൂമിൽ കിടത്തിക്കോ എന്ന് പറഞ്ഞു. അവൻ എന്തായാലും അതൊന്നും നോക്കാൻ നിന്നില്ല. ആനന്ദും അതുപോലെ തന്നെ മാമനും കൂടി മുകളിൽ ടെറസിൽ പായൊക്കെ വിരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മീനാക്ഷീനെ അനിയത്തിയും കൊണ്ടുപോകുന്നുണ്ട് മുറിയിലേക്ക്. വാ ചേച്ചി എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടെ മുറിയിലേക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നീട് ടെറസിൽ കിടന്നു കഴിഞ്ഞിട്ട് ആനന്ദ് പറയുന്നുണ്ട്, മാമ ആകാശ് ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് തെറ്റ്? 100% അവൻ ചെയ്തത് ശരിയാണ്, നിനക്കില്ലാത്ത ധൈര്യമാണ് അവൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ആര്യൻ തെറ്റുകാരനല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല, ആര്യൻ ഒരിക്കലും തെറ്റുകാരനല്ല, ആര്യനാണ് ഈ വീട്ടിലാകെ ഒരു ശരി. നിൻ്റെ അളിയൻ്റെ ഈ ഇങ്ങനത്തെ വാശിയിൽ ആര്യനെ പോലെ ഒരു മോൻ വേണമെന്നൊക്കെ പറഞ്ഞ് ആര്യനെ കുറിച്ച് ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്നു. ആ സമയത്ത് ആകാശ് വന്ന് വരുന്നുണ്ട്. നീ എന്താടാ ഇവിടെ എന്ന് വെച്ച് പറഞ്ഞ് മീനാക്ഷി അനുമോളം മുറിയിൽ നിന്ന് കിടക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും ഇവിടെ കിടക്കുക, എനിക്ക് അല്ലെങ്കിലും എൻ്റെ ആര്യനെ ഇവിടെ ഇല്ലാണ്ട് എനിക്ക് മീനാക്ഷിയുടെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കരയിന്. ഞാൻ കരഞ്ഞു പോകും, ഞാൻ അത്ര നേരം പിടിച്ചു നിൽക്കായിരുന്നു, എനിക്ക് വേണ്ടി എൻ്റെ ആര്യൻ ഈ വീടിന് പുറത്തായില്ല എന്നൊക്കെ ചോദിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്. നീ സമാധാനപ്പെടാ, എന്തായാലും നീ വിളിച്ചിട്ടുണ്ടാകുന്ന പെണ്ണല്ലേ മീനാക്ഷി, നീ എന്തായാലും അവളെ കൂടെ പോയി കിടക്കുന്നു പറഞ്ഞപ്പോൾ വേണ്ട, അവളിപ്പോൾ എന്തായാലും മറ്റൊരു മുറിയിലല്ലേ കിടക്കുന്നത്, അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. കൃഷ്ണമംഗലത്ത് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങനെ ബാലനൊരു തിരിച്ചടി കിട്ടി. ബാലൻ കൂട്ടിലിട്ട് വളർത്തിയ ഒരു തത്തേനെ പറന്ന് പോയത്. അപ്പോൾ ബാലൻ്റെ വിഷമം നമ്മൾ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയച്ഛ ഞാനൊരു കാര്യം പറയട്ടെ, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്, അപ്പം അതുകൊണ്ട് അപ്പോൾ നീ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം തൽക്കാലം ആര്യൻ നമ്മുടെ മിത്രമാവണം, അലോകേട്ടൻ എങ്ങനെയെങ്കിലും പോയി ആര്യനെ കണ്ടുപിടിക്കണം, നമ്മളെ കുടുംബത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞ് ആര്യനായിട്ട് നല്ല സ്നേഹം പ്രകടിപ്പിക്കണം, അതുപോലെ തന്നെ ബാലനെതിരെ കേസും കൊടുപ്പിക്കണം ആര്യനെ കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. ബാലൻ നിന്റെ അമ്മാവനുണ്ടിയത്, നീ എന്തൊക്കെയുണ്ട് ഈ പറയുന്നത്, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കണമെന്നൊക്കെ ചോദിച്ച് അമ്മയും അപ്പച്ചി അതുപോലെ തന്നെ ചെറിയച്ഛൻ്റെ ഭാര്യയൊക്കെ എതിര് പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ ഇതിലൊന്നും ഇടപെടേണ്ട, ബാലനെതിരെ ഞങ്ങൾ കളിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും ഇതിലിടപെടരുതെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങൾ ഇതിലിടപെടുള്ളൂ, അലോക നീ എന്തായാലും നാളെ തന്നെ ആര്യനെ പോയി കണ്ടുപിടിക്കണോടാ, നമ്മൾ ആര്യനെ നമ്മുടെ പക്ഷത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുകളിൽ നമ്മുടെ ഗോമതി ബാലനോട് വിഷമിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ബാലനാണെങ്കിൽ മീനാക്ഷി കാറിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആര്യനെ വീട്ടിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ പിന്നെ നമുക്കൊരു അമ്പലത്തിൽ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്തായാലും ദോഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന ദോഷം എന്തിന് ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടിടുന്ന ഗോമതി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരിത്തിരി കൂടെ പോകുക വേണ്ടു, നമുക്ക് പോകാം വാലേട്ടാന്ന് പറഞ്ഞപ്പോൾ ശരി പതുക്കനെ പോകാം, നീ സമാധാനപ്പെടുന്നു പറയുന്നു. പിന്നീട് ആനന്ദ് അമ്മാവനും ആകാശിനോട് പറയുന്നുണ്ടാ, നിന്റെ ആദ്യ രാത്രി ആവേണ്ട ദിവസമല്ലായിരുന്നു, നീ എന്തായാലും പോയി കഴിഞ്ഞിട്ട് മീനാക്ഷിയെ ഒന്ന് കാണും, മീനാക്ഷിയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി അനുവിൻ്റെ മുറിയിലല്ല, അത് സാരമില്ല അനു മാറിത്തരും, നീ ഒന്ന് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ അനുമോളിനെ കാണിക്കുന്ന അനുമോൾക്ക് മീനാക്ഷിനെ എത്ര പുകഴ്ത്തിയിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് ഇത്ര ധൈര്യമോ, ചേച്ചി അച്ഛനും അമ്മയും കരഞ്ഞു പോകണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചേച്ചി കൂടെ പോകുന്നു, ഇവിടെ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടും ചേച്ചീനെ ഇത്രയെല്ലാം വഴക്ക് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു കുലുക്കുമില്ലാണ്ട് നിന്നല്ലോ, ചേച്ചിക്ക് നല്ല ധൈര്യം തന്നെയുണ്ടാ, എനിക്ക് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനെ പേടിന്, ഈ വീട്ടിൽ ആര്യൻ ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അച്ഛനെ പേടിന് ചേച്ചി, അതുകൊണ്ടാണ് ചേച്ചിനോട് ഒന്നും മിണ്ടാണ്ടിരുന്നത്, ചേച്ചി ഒന്നും വിചാരിക്കരുത്, എനിക്ക് ചേച്ചീനെ വലിയ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് വിശക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ നടക്കളയിൽ വല്ലതുണ്ടോ നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുമോള് അടുക്കളയിലേക്ക് പോകണം എന്നൊക്കെ നോക്കി നമ്മുടെ ആകാശ് വരുന്നുണ്ട്. ആകാശ് വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെയൊക്കെ വന്നതെന്ന് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ചോദിച്ച്
മീനാക്ഷി വിഷമമൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആകാശ് എന്നെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. സമാധാനിപ്പിക്കുന്ന നേരത്ത് പെട്ടെന്ന് അനുമോള് വരുന്നുണ്ട്, മുറുക്കൊക്കെ ഇതിനെ കൊണ്ട് വരുന്നത്. അങ്ങനെ മുറുക്ക് മീനാക്ഷിക്കാണെങ്കിൽ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ അമൃത് കിട്ടിയ പോലെയാണ് ആക്രാന്തത്തോടെ അങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നു. പെട്ടെന്ന് തേരിപ്പയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചുമക്കിനൊക്കെ കേൾക്കുമ്പോൾ ഗോമതിയും ബാലനും കണ്ണ് തുറക്കുന്നുണ്ട്. മീനാക്ഷിക്ക് വേഗം വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇതാരുണ്ടാക്കിയ മുറുക്കണ് എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. ഞാനുണ്ടാക്കിയതെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് വരുന്നു ഗോമതി. കൊള്ളാം, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വീട് മരണ വീട് പോലെ ആയിരിക്കുന്നു. ഇതെല്ലാം വരുത്തി വെച്ച് നീ ഇവിടെ ഭക്ഷണം കഴിച്ച് സുഖിച്ചിരിക്കുന്നല്ലേ. നീ നല്ല പെണ്ണ് തന്നെ ഉണ്ടാ. നിന്നെ താലി കെട്ടിക്കൊണ്ടുവന്നെ ഒരുത്തൻ്റെ ടെറസിലെ മുറ്റത്തങ്ങാണ്ടിരുന്ന് മഞ്ഞ് കൊള്ളുന്നു. നിനക്ക് ഇതൊക്കെ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചു കുറേ മീനാക്ഷിയെ വഴക്ക് പറയുന്നത്. മീനാക്ഷി ഒരു കുലുക്കല്ലാണ്ട് അതൊക്കെ കേട്ട് നിന്ന് ഗോമതി അകത്തേക്ക് പോകുമ്പോൾ മീനാക്ഷി വേഗം അകത്ത് വന്ന് കട്ടിൽ വന്നിരുന്നിട്ട് രണ്ടാമത് മുറുക്ക് തിന്നുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഒരു വിഷമമില്ലേ, ചേച്ചി എന്തിങ്ങനെയാന്ന് ചോദിക്കുന്നത്. എന്ത് വിഷമം, വഴക്ക് നാളെയും കേൾക്കേണ്ടതാണ്, അപ്പം ആരോഗ്യം വേണ്ടേ എന്നും പറഞ്ഞ് മീനാക്ഷി അത് കഴിക്കുന്നുണ്ടപ്പോൾ അനുമോൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇനി ഇതെല്ലാം ആകാശം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശിൻ്റെ തല അനുമോൾ കാണുന്നുണ്ട്. അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട്. ടെറസിൽ നിന്ന് ധർമ്മനും മാമൻ ആനന്ദും വരുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ ശബ്ദമല്ലേ കേൾക്കണേന്നും പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വന്ന് നോക്കും. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു കള്ളൻ്റെ തല കണ്ട് അവിടെ ജനലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അപ്പോൾ അതിന് വേണ്ടി അപ്പോഴും മീനാക്ഷിനെ കുറ്റം പറയുന്നത്, അങ്ങനെയുള്ള സ്വർണ്ണമൊക്കെ വലിച്ചു വാരിയിട്ട് വന്നേക്കല്ലേ ഒരുത്തി, അപ്പോൾ പിന്നെ എന്തായാലും കള്ളം വരാണ്ടിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നത്. അമ്മ ചേച്ചി എന്തിനാ കുറ്റം പറയുന്നത്, ചേച്ചിയുടെ സ്വർണ്ണമൊക്കെ സേഫായി വെച്ചിട്ടുണ്ട്, ഞാൻ ജനലിൻ്റെ അവിടെ കണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാലൻ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. ആകാശമാണെങ്കിൽ തലയിലൂടെ മുണ്ടിട്ട് ചെടിയുടെ ഇടയിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആനന്ദൊക്കെ വന്ന് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും ആരുമില്ല, ചാച്ചൻ പോയി കിടക്കുന്നു പറഞ്ഞിട്ട് ആനന്ദിൻ്റെ ഒക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ബാലൻ വിടാൻ കൂട്ടാക്കുന്നില്ല. ബാലൻ അനുമോൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.